രാഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്ന ടർബോയുടെ രണ്ടാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് ടർബോയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് മുന്നേയും അത് സിനിമ റിലീസ് ചെയ്തതിന് ശേഷമൊക്കെ ഓരോ യൂട്യൂബർമാരോട് ഉണ്ടാക്കി വെക്കുന്ന വിവാദങ്ങൾ നമുക്കറിയാം. കാര്യം ആ യൂട്യൂബർമാർ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി വെക്കുകയും മമ്മൂക്കയെ ആക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ചില മറ്റുള്ള യൂട്യൂബറോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുകയും ഈ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചായ്വ് ഉണ്ടായിട്ട് അത്തരത്തിലുള്ള യാതൊരുവിധ ചായ്വില്ലെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ചില ബഹുമാനീയരായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. സത്യത്തിൽ ഇവരൊക്കെ ഈ ഒരു സമയത്ത് മമ്മൂക്കയെ, അതായത് ഈ സൂപ്പർ സ്റ്റാർ അങ്ങനെയാണ്, മെഗാസ്റ്റാർ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചില വാക്കുകൾ പ്രയോഗിക്കുന്ന കാണുമ്പം സത്യത്തിൽ വളരെയേറെ ദുഃഖമുണ്ട്. കാര്യം രാഷ്ട്രീയപരമായിട്ട് ഈ പറഞ്ഞ കണക്ക് ആരുടെയൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ മമ്മൂക്കയ്ക്ക് അതുമായിട്ടൊന്നും യാതൊരുവിധ ബന്ധവും ഇല്ലെന്നുള്ള കാര്യം നമുക്കറിയാം. അദ്ദേഹം എല്ലാവരോടും ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. പക്ഷേ ഈ ചില ആൾക്കാർ ഒരു കാര്യവും ഇല്ലാതെ അദ്ദേഹത്തിനെ വിവാദങ്ങളിൽ പെടുത്താൻ ശ്രമിക്കുന്ന ഈ സമയത്തും അദ്ദേഹത്തിന്റെ സിനിമ തകർത്തോടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാര്യം ഇന്നലെ നമുക്കറിയാം ടർബോയുടെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ രണ്ടാമത്തെ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് മാത്രം 2 ദിവസം കൊണ്ട് അത് കളക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 കോടിക്ക് മേളിലാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ, അതായത് കേരളം ഒഴിച്ചുള്ള മറ്റ് ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഏതാണ്ടൊരു 2 കോടിയും കൂടെ ചേർത്ത് 12 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ ആ സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഓവർസീസിൽ നിന്ന് ഏതാണ്ട് 16 കോടിക്കടുപ്പിച്ചാണ് സിനിമ കളക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഓവർസീസിന്റെ 16 കോടിയും ഇന്ത്യ ഒന്നാകെയുള്ള ആ 12 കോടിയും കൂടെ എടുക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 28 കോടി രൂപയാണ് ഒരു വേൾഡ് വൈഡ് കളക്ഷനായിട്ട് അത് വെറും 2 ദിവസം കൊണ്ട് ടർബോ നേടിയിരിക്കുന്നത്. ഇനിയും നമുക്കറിയാം കൂടുതൽ റിലീസുകൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം അടുത്ത മാസത്തിന്റെ, അതായത് ജൂണിൽ ആദ്യത്തെ ആഴ്ച മറ്റ് പല വിദേശ രാജ്യങ്ങളിലും അത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിലീസ് ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകളും ഇനി പുതിയതായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന തിയേറ്ററുകളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇപ്പം ഇന്നിപ്പോൾ ശനിയാഴ്ച, നാളെ ഞായറാഴ്ച ഈ 2 ദിവസത്തെ കളക്ഷനോട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും 50 കോടി ക്ലബിലെത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. കാര്യം അത്രയും രീതിയിൽ വലിയ രീതിയിലുള്ള കളക്ഷനോടുകൂടി തകർത്ത് ഓടിക്കൊണ്ടിരിക്കുകയെന്ന് നമുക്ക് പറയാവുന്ന രീതിയിലുള്ള മമ്മൂക്കയുടെ ഒരു മികച്ച ചിത്രം നമുക്ക് ഒരു കൊമേഴ്ഷ്യൽ ചിത്രം, അതൊരു ആക്ഷൻ ചിത്രം എങ്ങനെ ഒരുക്കാം, അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ വൈശാഖും മിഥുൻ മാനുവൽ തോമസും മമ്മൂക്കയും കൂടെ ചേർന്ന് ഒരുക്കി വെച്ചിരിക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ 5ാമത്തെ സിനിമയും ഒരു വലിയ വിജയമായി തീരുന്നതിനകത്ത് മമ്മൂക്കയുടെ ആരാധകർക്കും മറ്റുള്ളവർക്കും ഉള്ള എല്ലാവർക്കും സന്തോഷമുണ്ട്. എന്തായാലും ഒരു വലിയ വിജയമായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.